മലന്ന് കിടന്ന് തുപ്പരുത് എന്ന് പ്രായമായവർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇതുപോലെയാണ് പ്രഭാഷകൻ 27-25 വാക്യം. നേരെ മുകളിലേക്ക് കല്ലെറിയുന്നവൻ തൻ്റെ തലയ്ക്കു തന്നെയാണ് എറിയുന്നത്. തീർന്നില്ല, ചതിപ്രയോഗം ചുറ്റും മുറിവേൽപ്പിക്കുന്നു. ചതിപ്രയോഗത്തിനെ പ്രഭാഷകൻ വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഏത് വിധത്തിലും ജയം നേടണമെന്നുള്ള ചതിച്ചായിക്കൊള്ളട്ടെ, സോദരനെ തകർത്തായിക്കൊള്ളട്ടെ, അവന് അപമാനം നൽകിക്കൊണ്ടുള്ള ആയിക്കൊള്ളട്ടെ, അവന് മുറിവ് സമ്മാനിച്ചോട്ടെ, അവൻ്റെ സൽപ്പേര് കളങ്കപ്പെട്ടോട്ടെ, അവൻ്റെ ജീവിതം തകർന്നോട്ടെ, ഏത് വിധത്തിലും എനിക്ക് മുൻപന്തിയിലെത്തണം, ജയം എനിക്ക് സ്വന്തമാകണം. അതിനുവേണ്ടിയുള്ള നിൻ്റെ നീക്കങ്ങൾ എപ്രകാരമാണെന്ന് വചനം ഓർമ്മിപ്പിക്കുക. നിൻ്റെ തലയ്ക്കു നേരെ കല്ലെറിയുന്നവൻ പോലെയാണ് ചതിപ്രയോഗ വഴികളിലൂടെ ജയം സമ്മാനിക്കുന്നവൻ. സ്നേഹമുള്ളവരെ, അവൻ്റെ തന്നെ മരണം അതുവഴി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നീ എന്തിനാൽ സുരക്ഷ നേടുന്നുവോ, നീ എന്തിനാൽ അവരെ പ്രഹരിക്കുന്നുവോ, എന്തെടുത്ത് നീ അറിയുന്നുവോ, അത് തന്നെ നിൻ്റെ ജീവിതത്തിൻ്റെ മരണത്തിന്, സായാഹ്നത്തിന് കാരണമാകും. ഒരടഞ്ഞ അധ്യായമായി നീ എറിഞ്ഞ ആയുധം കൊണ്ട് തന്നെ നീ തീരുമെന്നതിൻ്റെ വചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. സ്നേഹമുള്ളവരെ, മറ്റുള്ളവരെ തകർത്തുകൊണ്ടുള്ള നേട്ടമല്ല. അത് ഉയർച്ചയ്ക്ക് നിന്നെ ഉപകരിക്കില്ല. നിന്നെ അത് തകർക്കുക മാത്രമേ ഉള്ളൂ. എന്നും എക്കാലവും നിൻ്റെ തലയ്ക്കുമേലെ വാളുപോലെ ചതിയുടെ യാമങ്ങൾ ഓർമ്മയിലുണ്ടാകും. അനുഗ്രഹമാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.